അമേരിക്കൻ വൈസ് പ്രസിഡന്റ് ജെ.ഡി. വാൻസ് കുടുംബസമേതം 3 ദിവസത്തെ സന്ദർശനത്തിനായി ഇന്ത്യയിലെത്തിയിരിക്കുകയാണ്. അദ്ദേഹത്തിൻ്റെ വരവ് വലിയ പ്രാധാന്യത്തോടെ ഇന്ത്യയിലെയും വിദേശത്തെയും മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു. ഇന്ത്യൻ മാധ്യമങ്ങൾ പറയുന്നത് അമേരിക്കയിൽ നിന്ന്, അതായത് ഇന്ത്യയിൽ നിന്ന് അമേരിക്കയിലേക്ക് അനധികൃതമായി കുടിയേറിയ ആൾക്കാരെ കൈവിലങ്ങിട്ട് കാൽവിലങ്ങിട്ട് ഒക്കെ സൈനിക വിമാനത്തിൽ ഇന്ത്യയിൽ എത്തിക്കുന്ന ഈ ഒരു നടപടി അമേരിക്ക സ്വീകരിച്ചിരിക്കുകയാണല്ലോ. ഇത് സംബന്ധിച്ച് ചില ചർച്ചകൾ ഉണ്ടാകും. വാൻസുമായി ഇക്കാര്യം ഇന്ത്യ ചർച്ച ചെയ്യും. അതുപോലെ തന്നെ ഈ ചുങ്കപ്പോര്, ഈ അമേരിക്ക ഇറക്കുമതി തീരുവ വർദ്ധിപ്പിച്ചിരിക്കുകയാണ് പല രാജ്യങ്ങൾക്കും. ചൈനയ്ക്കൊക്കെ ഏതാണ്ട് 250% വർധനവാണ് വരുത്തിയിരിക്കുന്നത്. പക്ഷേ ഇന്ത്യക്ക് അത്രയും വർധനവ് വരുത്തിയിട്ടില്ല. അക്കാര്യവും വാൻസിൻ്റെ ഈ സന്ദർശന വേളയിൽ ചർച്ചയാകും എന്നൊക്കെയാണ് ഇന്ത്യൻ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത്. എന്നാൽ നമുക്ക് പറയാനുള്ളത് മറ്റൊരു കഥയാണ്. ജെ.ഡി. വാൻസ് എന്ന് പറയുന്ന അമേരിക്കയുടെ ഉപരാഷ്ട്രപതി അഥവാ വൈസ് പ്രസിഡന്റ് വളരെ തീവ്രമായി ഇസ്ലാമിക ഭീകരതയ്ക്കെതിരെ കർശനമായ നിലപാടുകൾ സ്വീകരിക്കുന്ന വ്യക്തിയാണ്. അദ്ദേഹത്തിൻ്റെ ഭാര്യ ഉഷ വാൻസ് ഒരു ഇന്ത്യൻ വംശജയാണ്. അവർ ഒരു ഹിന്ദു വനിതയാണ്. എല്ലാറ്റിനും ഉപരി വാൻസിൻ്റെ നിലപാട് നമ്മൾ ഉക്രൈൻ-റഷ്യ യുദ്ധവുമായി ബന്ധപ്പെട്ട ചർച്ചയിൽ യുക്രൈൻ്റെ പ്രസിഡന്റ് US സന്ദർശനത്തിന് എത്തിയപ്പോൾ വാൻസ് സ്വീകരിച്ച നിലപാട് നമ്മൾ കണ്ടതാണ്. അദ്ദേഹം വളരെ കർശനമായിട്ടാണ് ഉക്രൈൻ പ്രസിഡന്റിനോട് ഇടപെട്ടത്, വ്ളാഡിമിർ സെലൻസ്കിയോട്. അദ്ദേഹം ആവശ്യപ്പെട്ടത് എത്രയും പെട്ടെന്ന് നിങ്ങൾ യുദ്ധം നിർത്തണം എന്നാണ്. അപ്പോൾ ഈ വാൻസിൻ്റെ ഇന്ത്യയിലേക്കുള്ള ഈ 3 ദിവസത്തെ സന്ദർശനം വെറും ഒരു സാധാരണ സന്ദർശനമായി, അല്ലെങ്കിൽ ഈ പറയുന്നത് പോലെ ചില വ്യാപാര കരാറുകളും, അല്ലെങ്കിൽ ഈ പറയുന്നത് പോലെ ഈ ബന്ദികളെ അല്ലെങ്കിൽ ഈ നുഴഞ്ഞുകയറ്റക്കാരെ ഒക്കെ കൈമാറ്റം ചെയ്യുന്നത് സംബന്ധിച്ച നിസ്സാര കാര്യങ്ങൾ ചർച്ച ചെയ്യാനാണോ വാൻസ് വന്നിരിക്കുന്നത്? ഇന്ത്യൻ മാധ്യമങ്ങൾക്ക് അദ്ദേഹത്തിൻ്റെ വരവിന് പുറകിലെ രഹസ്യം എന്താണെന്ന് പിടികിട്ടിയിട്ടില്ല. ഇന്ത്യ ഒരു വലിയ വിപണിയാണ് എന്നുള്ള സത്യം ഇപ്പോഴും നമ്മുടെ ഈ മാധ്യമങ്ങൾ തിരിച്ചറിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് ഏറ്റവും ഖേദകരമായ വസ്തുത. അതവിടെ നിൽക്കട്ടെ. അതിനെല്ലാം ഉപരി മറ്റൊരു വിഷയമുണ്ട്. അമേരിക്കയിൽ നിന്ന് ഒരു കൊടും ഭീകരനെ ഇന്ത്യയിൽ എത്തിച്ചിട്ട് അധിക ദിവസങ്ങളായിട്ടില്ല. തഹാവൂർ ഹുസൈൻ റാണ. ഈ റാണയെ NIA ചോദ്യം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. 18 ദിവസത്തെ കസ്റ്റഡിയിൽ വിട്ടിരിക്കുകയാണ്. അതിൽ ഏതാണ്ട് 4-5 ദിവസം കഴിഞ്ഞിരിക്കുന്നു. റാണയിൽ നിന്ന് നിരവധി കാര്യങ്ങൾ നമ്മുടെ അന്വേഷണ ഏജൻസികൾ മനസ്സിലാക്കി കഴിഞ്ഞു. ഈ സാഹചര്യത്തിൽ റാണയ്ക്ക് പുറകെ അമേരിക്കൻ പ്രസിഡന്റ് ഇന്ത്യയിൽ എത്തുമ്പോൾ നമുക്ക് വിശദമായിട്ട് പലതും മനസ്സിലാക്കാനുണ്ട്. അദ്ദേഹത്തിൽ നിന്ന് പലതും നമുക്ക് വിവരങ്ങൾ, സഹായങ്ങൾ ഒക്കെ ഭീകരതയെ അമർച്ച ചെയ്യുന്നതിൽ, ഇസ്ലാമിക ഭീകരതയെ അതിൻ്റെ തായ്വേരറുക്കുന്നതിൽ ഒക്കെ അമേരിക്കയ്ക്ക് വലിയ പങ്ക് വഹിക്കാനുണ്ട്. അതുമായി ബന്ധപ്പെട്ട ചർച്ചകൾ ഉണ്ടാകില്ലേ എന്ന ചോദ്യം എന്തുകൊണ്ട് നമ്മുടെ മാധ്യമങ്ങൾ ഉയർത്തുന്നില്ല? പ്രത്യേകിച്ചും ഈ റാണയെ ഇന്ത്യക്ക് കൈമാറാൻ അമേരിക്കൻ ഭരണകൂടത്തിന് വലിയ താല്പര്യമായിരുന്നു. കാരണം റാണ ഇന്ത്യയിലെത്തിയാൽ ഇന്ത്യയിലൂടെ ഈ ഇസ്ലാമിക ഭീകരതയുടെ വേര് കണ്ടെത്തി കൃത്യമായിട്ടും അത് ഇല്ലായ്മ ചെയ്യാൻ അമേരിക്കയ്ക്ക് സാധിക്കും. ഇന്ന് അമേരിക്ക നേരിടുന്ന വലിയ ഒരു സുരക്ഷാ വെല്ലുവിളിയാണ് ഈ ഇസ്ലാമിക ഭീകരത എന്ന് നമുക്കെല്ലാവർക്കും അറിയാം. ഈ സാഹചര്യത്തിൽ വാൻസിൻ്റെ സന്ദർശനത്തിന് വലിയ പ്രത്യേകതകളുണ്ട്. എന്തായാലും അദ്ദേഹം ഒരു ഔദ്യോഗിക സന്ദർശനമാക്കി അത് മാറ്റിയിരിക്കുകയാണ്. ന്യൂഡൽഹിയിലെ പാലം വിമാനത്താവളത്തിലെത്തിയ അദ്ദേഹത്തിനെ കേന്ദ്രമന്ത്രി അശ്വിനി വൈഷ്ണവിൻ്റെ നേതൃത്വത്തിലാണ് സ്വീകരിച്ചത്. വാൻസ് വന്നിരിക്കുന്നത് കുടുംബസമേതമാണ്. അദ്ദേഹം താജ്മഹലും ജയ്പൂറും ഒക്കെ സന്ദർശിക്കാൻ താല്പര്യം പ്രകടിപ്പിച്ചിട്ടുണ്ട്. ഒപ്പം ഈ ആചാരപൂർവ്വം വരവേൽപ്പ് നൽകിയാണ് അദ്ദേഹത്തെ സ്വീകരിച്ചത്. അതായത് നമ്മുടെ സൈനികർ അദ്ദേഹത്തിന് ഗാർഡ് ഓഫ് ഓണർ നൽകി, സൈനിക പരേഡ് വീക്ഷിച്ച അദ്ദേഹം സല്യൂട്ട് സ്വീകരിച്ചു. തുടർന്ന് അദ്ദേഹം മറ്റ് നടപടിക്രമങ്ങളിലേക്ക് കടന്നിരിക്കുകയാണ്. എന്തായാലും ഇന്ന് രാത്രി നമ്മുടെ പ്രധാനമന്ത്രിയുടെ ഔദ്യോഗിക വസതിയിൽ അദ്ദേഹത്തിന് അത്താഴ വിരുന്ന് ഒരുക്കിയിട്ടുണ്ട്. ഒപ്പം പ്രധാനമന്ത്രിയുമായി, നരേന്ദ്രമോദിയുമായി അദ്ദേഹം ചർച്ച നടത്തുമെന്നും ഉള്ള വിവരങ്ങൾ പുറത്തു വരുന്നു. എന്തായാലും ഈ അത്താഴ വിരുന്ന് പ്രധാനമന്ത്രി നാളെ സൗദിയിലേക്ക് 2 ദിവസത്തെ സന്ദർശനത്തിനായിട്ട് പോവുകയാണ്. അതിനു മുമ്പ് വാൻസുമായിട്ട് അദ്ദേഹം ചർച്ച നടത്താൻ സമയം കണ്ടെത്തുമെന്ന് തീർച്ചയാണ്. എന്തായാലും വാൻസിൻ്റെ വരവ് വെറുതെയല്ല, നിരവധി മാനങ്ങൾ അതിനുണ്ടെന്ന് വ്യക്തമാണ്. കാരണം പ്രധാനമന്ത്രിയുടെ വസതിയിൽ അദ്ദേഹം വന്ന ഉടൻ തന്നെ അന്ന് രാത്രി തന്നെ അത്താഴ വിരുന്ന് കൊടുക്കുക,
ഒരു ചർച്ച വയ്ക്കുക തുടങ്ങിയ കാര്യങ്ങൾ ലളിതമല്ല, വളരെ ചെറുതല്ല. അതുപോലെ തന്നെ അമേരിക്കൻ വൈസ് പ്രസിഡൻ്റായിട്ട് സ്ഥാനമേറ്റ് ഇത്രയും ചെറിയൊരു കാലയളവിനുള്ളിൽ അദ്ദേഹം ഇന്ത്യ പോലൊരു രാജ്യത്തേക്ക് വരുന്നു എന്നുള്ളതും ഒരു വലിയ, അതിൻ്റെ പുറകിൽ വലിയ ചില രഹസ്യങ്ങളുണ്ട്. അമേരിക്ക ചൈന ബന്ധം വളരെയധികം വഷളായിരിക്കുന്ന സാഹചര്യത്തിൽ ചൈന ഇന്ത്യയുമായിട്ട് അടുക്കാൻ വലിയ തോതിൽ പരിശ്രമിച്ചു കൊണ്ടിരിക്കുകയാണ്. ചൈനയുമായിട്ട് നമ്മൾ നിസ്സഹകരിക്കുന്നൊന്നുമില്ല, പക്ഷേ ചൈനയുമായി പൂർണ്ണ തോതിൽ സഹകരിക്കാൻ നമുക്ക് അല്പം മടിയുണ്ട്. കാരണം ചൈനയെ പൂർണ്ണമായും വിശ്വാസത്തിൽ എടുക്കാൻ ഒരു രാജ്യങ്ങളും തയ്യാറല്ല, ഇന്ത്യയും തയ്യാറല്ല. ഈ സാഹചര്യത്തിൽ വാൻസിൻ്റെ വരവിന് വലിയ മാനങ്ങളുണ്ട് എന്ന് ഞാൻ പറഞ്ഞത് വെറുതെയല്ല. വാൻസ് വന്നിരിക്കുന്നത് വെറും കച്ചവടം സംബന്ധിച്ച, വ്യാപാരം സംബന്ധിച്ച കരാറുകൾക്കോ അതിൻ്റെ ധാരണകൾക്കോ അല്ല, മറിച്ച് വളരെ കൃത്യമായിട്ട് ഇന്ത്യയുമായി ഉള്ളു തുറന്ന് സംസാരിച്ച് ഒരു സഹകരണം, അത് എല്ലാ മേഖലയിലും, പ്രതിരോധ മേഖലയിൽ അടക്കം, അത് വ്യാപാര മേഖലയിൽ അടക്കം, മറ്റ് കൊടുക്കൽ വാങ്ങലുകൾ, ഇന്ത്യയിൽ നിന്നുള്ള കുട്ടികൾക്ക്, വിദ്യാർത്ഥികൾക്ക് അമേരിക്കയിൽ പഠിക്കാനുള്ള അവസരം ഒക്കെ, എല്ലാ വിഷയങ്ങളിലും ഇങ്ങനെ വാൻസിന് നമ്മളോട് നിരവധി കാര്യങ്ങൾ പങ്കുവയ്ക്കാനുണ്ട്. നമുക്കും നിരവധി ആവശ്യങ്ങൾ പറയാനുണ്ട്. അമേരിക്കയ്ക്കും അതുപോലെ തന്നെ. നമ്മളും അമേരിക്കയുമായിട്ടുള്ള വ്യാപാര കമ്മി കുറച്ചു കൊണ്ടുവരണം എന്ന ട്രംപിൻ്റെ നയം തീർച്ചയായിട്ടും വാൻസ് ഇവിടെ ഉന്നയിക്കുമെന്ന് തീർച്ചയാണ്. എല്ലാ കാര്യങ്ങളിലും വാൻസിന് അന്തിമ തീരുമാനം എടുക്കാൻ സാധിക്കില്ല. അദ്ദേഹം ഉപരാഷ്ട്രപതിയാണ്, അവിടുത്തെ വൈസ് പ്രസിഡൻ്റാണ്. അത് ട്രംപിനും കൂടി ചേർന്ന് അമേരിക്കയുടെ സെനറ്റും കോൺഗ്രസും ഒക്കെ അടങ്ങുന്ന ആ ഭരണ സംവിധാനത്തിനാണ് അവസാന തീരുമാനം എടുക്കാൻ സാധിക്കുക. എങ്കിലും ചർച്ചകൾക്ക് വലിയൊരു അളവ് വരെ ഈ കൂടിക്കാഴ്ച, ഈ വാൻസ് ഇന്ത്യയിലെത്തി പ്രധാനമന്ത്രിയുമായിട്ട് നടത്തുന്ന ഈ ചർച്ച വലിയൊരളവ് വരെ ഇതിനെല്ലാം സഹായിക്കും എന്ന് തീർച്ചയാണ്. എന്തായാലും അദ്ദേഹത്തിൻ്റെ വരവ്, അദ്ദേഹം നമുക്കറിയാവുന്നതുപോലെ, ഞാൻ നേരത്തെ പറഞ്ഞു, അദ്ദേഹത്തിൻ്റെ ഭാര്യ ഇന്ത്യൻ വംശജയാണ്, ഉഷ വാൻസ്. അവരൊരു ഹിന്ദു വനിതയാണ്. ഹിന്ദുമതം അല്ലെങ്കിൽ സനാതനധർമ്മം പ്രാക്ടീസ് ചെയ്യുന്ന ആളാണ്, അത് പിന്തുടരുന്നയാളാണ്. അതിൻ്റെ എല്ലാ നേട്ടവും തനിക്കുണ്ട് എന്ന് പരസ്യമായി പറയാൻ തയ്യാറായ, ആ തെരഞ്ഞെടുപ്പ് കാലത്ത് തന്നെ പരസ്യമായി പറയാൻ തയ്യാറായ ഒരാൾ കൂടിയാണ് വാൻസ്. എന്തായാലും ഈ റാണ ഇന്ത്യയിലെത്തിയ സാഹചര്യത്തിൽ, റാണയെ ഇന്ത്യയിലേക്ക് എത്തിച്ച സാഹചര്യത്തിൽ വാൻസിൻ്റെ വരവും വലിയ തോതിൽ ചർച്ചയാകുമെന്ന് തീർച്ചയാണ്. രാഷ്ട്രീയ നിരീക്ഷകർ വളരെ കൗതുകത്തോടെയും അതിലേറെ ആകാംക്ഷയോടും കൂടി വാൻസിൻ്റെ വരവും അദ്ദേഹത്തിൻ്റെ 3 ദിവസത്തെ ഈ സന്ദർശനവും നോക്കിക്കാണുകയാണ്. നമുക്ക് കാത്തിരിക്കാം എന്തൊക്കെയാണ് ഈ വാൻസിൻ്റെ, പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായുള്ള കൂടിക്കാഴ്ചയിൽ എന്തൊക്കെയാണ് ചർച്ച ചെയ്യുക, എന്തൊക്കെയാണ് സംഭവിക്കുക. ഈ 3 ദിവസം വാൻസ് ഊഷ്മളമായി ഇന്ത്യയിൽ ചെലവഴിക്കും. അദ്ദേഹത്തെ നമ്മുടെ അതിഥിയാണ്. നമുക്ക് ഏവർക്കും, രാജ്യം മുഴുവനും അദ്ദേഹത്തെ സ്വാഗതം ചെയ്യുന്നു.